ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം ഓണത്തിന് മുമ്പായിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം കറികളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോകളാണ് ഞാൻ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം പച്ചടിയും ഇഞ്ചിക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സ്വന്തം പറമ്പിലെ സാധനങ്ങൾ വെച്ചിട്ടായിരുന്നു. പിന്നെ വളരി വെച്ചിട്ട് നമ്മൾ വളരി തോരനും മെഴുക്കുവരട്ടിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടതായ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ വിളവെടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ കോവയ്ക്കയും നമ്മുടെ മുറ്റത്ത് തന്നെ ഉള്ളത് നമ്മൾ പറിച്ചെടുക്കുന്നു. അപ്പം അത് വെച്ചിട്ട് ഒരു മീൻ കറി പോലെ ഒരു കോവയ്ക്ക കറി, ഒരു തോരന്, ഒരു മെഴുക്കുവരട്ടി. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വയ്ക്കാം. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് തന്നെ വയ്ക്കുക. ഇപ്പം ക്യാബേജ് തോരൻ തന്നെ വേണമെന്ന് ഓണത്തിന് വിളമ്പണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം കൂമ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ കൂമ്പ് തോരൻ വയ്ക്കാം, ഇലത്തോരനാണെന്നുണ്ടെങ്കിൽ ഇലത്തോരൻ വയ്ക്കാം, കോവയ്ക്ക വെച്ചാൽ അങ്ങനെ എന്താണോ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നത് ആ സാധനം വെച്ചിട്ട് നമ്മൾ തോരൻ വയ്ക്കാൻ, മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പം നമുക്കിനി കോവയ്ക്ക പറിക്കാനായിട്ട് തുടങ്ങാം. അപ്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോവയ്ക്കയാണ് നമ്മളത്. ദണ്ട് ഇങ്ങനെ ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് പറിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്നും വേണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഇവിടെ എല്ലാം പടർന്ന് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമുക്ക് എടുത്തുകൊണ്ട് വരാം. മറ്റേ എല്ലാവരും കൂടെ വിളവെടുക്കുമ്പോൾ ഒരു രസമായിരുന്നു. മരണമൊന്നും ഇല്ലാത്തതും അവരൊക്കെ ഇല്ലാത്തതൊരു വല്ലാത്ത കുറവ് തന്നെയാണ് കേട്ടോ. മരണം സുബിനും എല്ലാവരും കൂടെയൊക്കെ ഉള്ളപ്പം നിറഞ്ഞു നിൽക്കുമായിരുന്നു. കുറച്ച് പറിച്ചത് നമ്മുടെ പെരയ്ക്കകത്ത് ഇരിപ്പുണ്ട്. ഇത് കമ്പ് ഇങ്ങനെ പൊക്കിക്കൊടുത്തും താത്തു കൊടുത്തിട്ടുമാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുന്നത്. ഇവിടെ നമുക്ക് ആവശ്യത്തിന് പറിച്ചിട്ട് നമ്മൾ ഈ കമ്പ് എന്ത് ചെയ്യുന്നറിയാമോ, ഉയർത്തി അങ്ങ് വെക്കും. അവിടെ എവിടെയായിട്ടെല്ലാം നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കോവയ്ക്ക് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒത്തൊരുമിച്ച് നമ്മൾ കൃഷിയിലോട്ട് വരിക. ഏതൊരു പ്രവൃത്തി ചെയ്താലും നമ്മൾ ഒത്തൊരുമയോടെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും, നമുക്ക് കുറേയും കൂടെ ഉന്മേഷമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അപ്പോൾ അച്ഛനും കൂടെ ഈ വീഡിയോയ്ക്കകത്തൊക്കെ വരുന്നതുകൊണ്ടും കൃഷിയൊക്കെ ചെയ്യുന്നത് കൊണ്ടൊക്കെ എനിക്കും കുറച്ചുകൂടെ ഒരു ഉന്മേഷമാണ് ചെയ്യാനായിട്ടും അതുപോലെ വിളവെടുക്കാനായിട്ടും കറികളൊക്കെ വയ്ക്കാനായിട്ടും നമുക്കൊരു പ്രത്യേക ഒരു ഒരു ശക്തി നമുക്ക് എവിടെ നിന്നോ കിട്ടും. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ഒത്തൊരുമിച്ച് കൃഷിയിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു 4, 5, 6 കറിയെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ ഉണ്ടാക്കാണ്ട് ശ്രമിക്കുക. നമ്മൾ വിൽക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, നമുക്ക് കഴിക്കാനുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതൊരു ചാലഞ്ചായിട്ട് നിങ്ങൾ എടുക്കണം. തീർച്ചയായിട്ടും ഈ ഓണത്തിന് അങ്ങനെ ഒരു വാശി നമ്മൾ എടുക്കാമെന്നുണ്ടെങ്കിൽ എല്ലാ കേരളീയരുടെയും വീട്ടിൽ ഇതേപോലെ പച്ചക്കറികളൊക്കെ കൊണ്ടിട്ട് കറികളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഓൺ മേശയിൽ നമുക്ക് വിഭവസമൃദ്ധമായ ഓണമൊക്കെ ഒരുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടതായ പച്ചമുളകും വേണം, കറിവേപ്പില വേണം, സവാള പിന്നെ നമ്മൾ വാങ്ങിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ അതൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇനി നമുക്കിനി കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് പോകാം. അപ്പം കോവയ്ക്ക കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എൻ്റെ കാന്താരിയാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പം കാന്താരി കുട്ടികൾ നിൽക്കുന്നുണ്ടോ, എന്ത് രസമായിട്ടാണ്, നല്ല ബൾബ് കത്തിച്ചിട്ടേക്കുന്ന മാതിരി ഇങ്ങനെ അങ്ങ് ഇഷ്ടം പോലെ പഴുത്തും അല്ലാതെയൊക്കെ നിൽക്കുകയാണ്. ആഴ്ച 2 പ്രാവശ്യമൊക്കെ നമ്മളിൽ നിന്ന് പിച്ചാറുണ്ട് കേട്ടോ. എന്നാലും പിന്നെയും അവർ ഇഷ്ടംപോലെ പച്ചമുളക് നമുക്ക് തരുന്നുണ്ട്. കുറേ വേണ്ട, നമുക്ക് അത്യാവശ്യത്തിന് ഞാൻ പറഞ്ഞിട്ടില്ലേ, തോരനും അവിയലിനും എല്ലാം ഞാനിപ്പം ഈ മുളകുകൾ അരച്ച് ചേർക്കുന്നത്. മുളക് പൊടിയേക്കാളും മുളക് പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളക്കാന്താരി, അതേപോലെ പച്ചക്കാന്താരി, റോയൽ ബ്ലാക്ക് മുളക്, പച്ചക്കറി മുളക്, മാലി മുളക്, ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാവുന്നേ ഉള്ളൂ. ഈസിയായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എങ്ങനെയാണ് നമ്മുടെ സൈറ്റിൽ കയറി വാങ്ങുന്നതെന്നുള്ളതായ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അത് നോക്കി നിങ്ങളൊന്ന് ശ്രമിക്കുക, എന്നിട്ട് വാങ്ങാനായിട്ട് കൂടെ ശ്രമിക്കുക. ഇനി കറിവേപ്പിലയും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കറികൾക്ക് ആവശ്യമുള്ളതായ കറിവേപ്പിലയും കൂടെ നമുക്കെടുക്കാം. എന്ത് നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ കറിവേപ്പില, കറി വയ്ക്കാനുള്ള സാധനങ്ങൾ, പച്ചമുളക് എല്ലാം ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കിച്ചണിലോട്ട് പോയി കറി ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ സന്തോഷം എന്തോ വേറെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കോവയ്ക്ക് 3 ഭാഗമായിട്ട് നമ്മൾ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് മീൻകറി പോലെ വയ്ക്കാനും, ഒന്ന് തോരൻ വയ്ക്കാനും, ഒന്ന് മെഴുക്ക് വരട്ടാനായിട്ട്. അപ്പം മീൻകറി പോലെ വയ്ക്കാനുള്ളത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ളത്
സ്വല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി, പച്ചമുളക്, സവോള, കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചയ്ക്ക് മീൻകറി തേങ്ങ അരച്ച് എങ്ങനെയാണോ വയ്ക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇത് വയ്ക്കണം. പിന്നെ തൊട്ടടുത്ത് തോരൻ വയ്ക്കാനായിട്ട് കോവയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് വലുതായിട്ട് അരിഞ്ഞിട്ടരുത്. അപ്പം കുരുകുരാന്ന് ഇങ്ങനെ അരിയാൻ ആവശ്യത്തിനുള്ളതായ ഒരു സവോള, പച്ചമുളക്, ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. തോരനൊക്കെ വയ്ക്കുമ്പോൾ അത്യാവശ്യം തേങ്ങയൊക്കെ ഇട്ടെങ്കിലേ അതിനൊക്കെ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ. ഇനി അടുത്തത് മെഴുക്കുവരട്ടിയാണ്. മെഴുക്കുവരട്ടിക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് സവോള, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ അരയ്ക്കുന്നത് പോലെ അരയ്ക്കാനായിട്ട് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം അവനവൻ്റെ എരിവിനനുസരിച്ച് ഇടാൻ കേട്ടോ. നമ്മൾ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നല്ലതുപോലെ അരച്ചു കൊണ്ടുവരാം. അപ്പം കോവയ്ക്ക മീൻകറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. സ്വല്പം ഉലുവയും കൂടെ അതിൻ്റെ ഇട്ടിട്ടുണ്ട്. കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്നതായ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, സവാളയൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സവാള നല്ലതുപോലെ ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് ആയതിനു ശേഷം നമുക്ക് ഒരു തക്കാളി അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് വഴറ്റി. നമ്മൾ മീനിടുന്ന പോലെ തന്നെ ഒരു സ്വല്പം പുളിയും കൊടുക്കാം. അതേത് പുളി അവനവൻ്റെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ. വടക്കം പുളി വേണമെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മളെ രസത്തിന് ഉപയോഗിക്കുന്ന പിഴിഞ്ഞെടുക്കുന്ന പുളി ഉണ്ടല്ലോ, അത് വാളം പുളി, അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളത് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ തക്കാളി ഇടുന്നത് പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ നീളത്തിൽ അരിഞ്ഞു വെക്കണം കോവയ്ക്ക. അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വഴറ്റി. നമ്മുടെ കോവയ്ക്കയും ചെറുതായിട്ടൊന്ന് വാടണം കേട്ടോ. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കഷ്ണത്തിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പം നമ്മുടെ കോവയ്ക്ക ഉണ്ടല്ലോ, കോവയ്ക്കയും ഉള്ളിക്കകത്തും തക്കാളിക്കകത്തും കിടന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ തേങ്ങ അരച്ചത് അതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ കോവയ്ക്ക ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാമേ. ആവശ്യം നമുക്ക് അത്രയും ചാറ് വേണം, അതിനനുസരിച്ച് ഒരുപാട് വെള്ളം കൂട്ടരുത്, ഒരുപാടൊന്ന് കട്ടിയാവുകയും ചെയ്ത് ആ രീതിയിൽ വെള്ളം ഒഴിക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. സ്വല്പം വെള്ളം ഒഴിച്ചെടുക്കാം. കോവയ്ക്ക് ഒന്ന് വേവണമല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിങ്ങനെ വെച്ചിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു അറിവ് പറഞ്ഞു തരാമെന്ന് കരുതിയത്. കാരണം എപ്പോഴും മെഴുക്കുവരട്ടിയും തോരനൊക്കെ ആണല്ലോ എല്ലാവരും ഉണ്ടാക്കാറ്. അപ്പോൾ മീനില്ലാത്ത ദിവസം നമുക്കൊരു മീൻകറി വേണമെന്ന് വെച്ചാൽ ഈ കോവയ്ക്ക വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക അരിഞ്ഞ് വെച്ചേക്കുന്നതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ടിട്ട് ഞെവിടി കൂട്ടരുത്, അവൻ കൊഴുവഴന്നായിപ്പോൾ. അപ്പോൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയാൽ മതി. ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ. ഈ കോവയ്ക്കത്തോരനൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി തേങ്ങ മുന്നിൽ നിന്ന് ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് തവ അടപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക നെടുക്കി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി തട്ടിപ്പൊട്ടി ഒരു സ്വല്പം വെള്ളം ഒഴിക്കുകയാണ് വയ്ക്കാനായിട്ട്. ഒരുപാട് വെള്ളം കൂടി ഒഴിക്കരുത്,
ആവിയിൽ വേവിച്ചെടുക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തീ കുറച്ചിട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. സ്വല്പം വെള്ളം പാത്രം നമുക്ക് കഴുകി അപ്പം നമ്മുടെ കറി ഇങ്ങനെ തൊട്ടപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളയ്ക്കുമ്പോൾ നമ്മുടെ തീ അങ്ങ് സിമ്മിലിടുക. സിമ്മിലിരുന്നിട്ട് അവിടെ ഇരുന്ന് തിളച്ച് എണ്ണയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മേലോട്ട് തെളിഞ്ഞ് വരും കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, എന്നാലൊരു കുറിയ പരുവത്തിൽ നമുക്ക് തിളക്കണം. അവിടെ നിന്നുകൂടെ പറ്റി വരട്ടെ. തീ കുറച്ചിട്ടേക്കാം. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ഇപ്പം തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും സവോളയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടി വയ്ക്കാം. അതൊന്ന് ആവിയിലൊന്ന് വേകട്ടെ. അടച്ചിട്ട് അപ്പം 3 കോവയ്ക്ക കറികൾ ഒരേപോലെ നമ്മുടെ ഗ്യാസിനിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കോവയ്ക്ക തോരൻ, കോവയ്ക്ക കറി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി. അപ്പം നമുക്കിനി കറി എന്തായാലും നോക്കാം, വാങ്ങാറായതെന്ന് നോക്കാം. കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചാറ് വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കാം. അപ്പോൾ തണുക്കുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് പറ്റിക്കോളും. ഇനി ഇത് ഓഫ് ചെയ്യാം. നമ്മുടെ കോവയ്ക്ക കറി റെഡി. ഇനി നമ്മുടെ തോരൻ എന്തായാലും നോക്കിയാലോ. തോരനും ഇങ്ങനെ നല്ല പരുവായിക്കൊണ്ടിരിക്കുന്നു. ഒന്നും കൂടെ നമുക്ക് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഒന്ന് തുറന്ന് നോക്കാം. ഒരുപാടങ്ങ് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സ്വല്പം പെരിഞ്ജീരകം പൊടിച്ചത്. ഇപ്പം 3 കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കും. ഒന്നും കൂടെ വേവട്ടെ. അപ്പം ഇനി നമ്മുടെ തോരൻ്റെ അവസ്ഥ എന്തായാലും നോക്കാം. തോരൻ ആയിട്ടുണ്ട്. നല്ല അടിപൊളി കോവയ്ക്കകത്ത് നല്ല മണം വരുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും നല്ല കേട്ടോ. കോവയ്ക്ക ഷുഗറിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഷുഗറിന്, കൊളസ്ട്രോളിന് ഇതൊക്കെ ഒരു കമ്പൊക്കെ കെട്ടിയായിട്ട് നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത് നമുക്കിനി ഓഫ് ചെയ്യാം. നമ്മുടെ കോവയ്ക്ക ഫ്രൈയും കൂടെ നമുക്ക് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വാങ്ങാറായിട്ടുണ്ട് കേട്ടോ. അതിന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയും കറികളൊക്കെ വയ്ക്കാനുള്ള സാധനം നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി, കോവയ്ക്ക കറി, അതേപോലെ തന്നെ കോവയ്ക്ക തോരൻ, ഇത് കണ്ടോ, കോവയ്ക്ക ആവി കയറ്റി ഉണക്കി വെച്ചിരിക്കുന്നതാണിത്. നമുക്ക് ആവശ്യത്തിനെടുത്തങ്ങ് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കോവയ്ക്ക ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. കോവയ്ക്ക അച്ചാർ, കോവയ്ക്ക ഫ്രൈ ഉണക്കി വെക്കുന്ന രീതിയൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതേപോലെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പിന്നെന്താണ് നമ്മുടെ കോവയ്ക്ക വെച്ചിട്ടുള്ളതായ കോവയ്ക്ക കൊണ്ട് മീൻകറി ഉണ്ടാക്കിയതും നമ്മൾ മീനില്ലാതെ കോവയ്ക്ക വെച്ചിട്ട്
മീൻകറി ഉണ്ടാക്കി, അത് വെച്ചിട്ട് തോരനുണ്ടാക്കി, അത് വെച്ചിട്ടൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം തന്നെ കോവൽ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, എന്നിട്ട് ഇതേപോലെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കാണുമായിരിക്കും. വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇനം വിത്തുകളും അതുപോലെ ഗ്രോ ബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.